മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നല്ല ആത്മനിയന്ത്രണമുള്ള ആളുകൾ അവരെ പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ സമയം ചിലവഴിക്കാറില്ല. പ്രലോഭനത്തെ അതിജീവിക്കുന്നതിലും എളുപ്പം അതിനെ ഒഴിവാക്കുന്നതാണ്. ജീവിതം വളരെ ലളിതമാണ്. നിങ്ങൾ എന്തു കൊടുക്കുന്നുവോ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ സ്വന്തം മനസ്സമാധാനത്തിന് പ്രാധാന്യം നൽകുക. ഭക്തരെ, ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നിങ്ങളെ തേടി വരണമെന്നില്ല. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത പലതും നിങ്ങളെ തേടി വരും. ചിലത് നിങ്ങൾക്ക് സന്തോഷം നൽകും, ചിലത് ദുഃഖവും. ഭക്തരെ, ഒന്നുമില്ല എന്ന ഒറ്റ ഉത്തരത്തിൽ പല മനുഷ്യരും കുറേയേറെ സങ്കടങ്ങൾ അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും പരിഹസിക്കുവാനും പിന്തിരിപ്പിക്കുവാനും ആളുകൾ ഉണ്ടാകും. അവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ. അവർ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്തവരാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുക. ഭക്തരെ, ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക. ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധിക സമയം വേണ്ടിവരില്ല. ഓർമ്മപ്പെടുത്തി ആരെയും കൂടെ നിർത്തേണ്ടതില്ല. നിങ്ങൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പറയാതെ തന്നെ കൂടെയുണ്ടാകും. പറഞ്ഞു തരുന്നതിന് അറിഞ്ഞു തരുന്നതിൻ്റെ ആയുസ്സോ ആത്മാർത്ഥതയോ ഉണ്ടാകണമെന്നില്ല. ഭക്തരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് പരിഹാരം. മറ്റുള്ളവരുടെ കയ്യിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് 2 ഘട്ടങ്ങളിലായിരിക്കും. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. നിങ്ങൾ നേടിയ വിജയം ജീവിതത്തിലുടനീളം സന്തോഷം നൽകണമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വയ്ക്കണം. കാരണം സന്തോഷമുള്ള മനസ്സിന് എപ്പോഴും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. തെറ്റ് ചെയ്യുന്നവർക്ക് സത്യം ഒളിപ്പിച്ചു വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവായിരിക്കും. പക്ഷേ സത്യം പറയുന്നവർക്ക് ഒളിപ്പിച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഉണ്ടാകില്ല. വീട് ചെറുതാണെങ്കിലും അതിനുള്ളിൽ സമാധാനമുണ്ടെങ്കിൽ അത് കൊട്ടാരത്തേക്കാൾ വലുതാണ്. അവരില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നതിന് പകരം ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ മതിയാകൂ എന്ന മനോഭാവത്തിൽ നിന്നുമാണ് നമ്മൾ ജീവിതം തൊട്ടറിയുന്നത്. ഇന്നലത്തെ പോരാട്ടം ഇന്നത്തെ ആശയവിനിമയത്തെ ബാധിക്കാത്തതാണ് മഹത്തായ ബന്ധം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.